ബയോഡീസലും കൊണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് പോകുന്ന രണ്ടാമത്തെ ദിവസം. നമ്മുടെ ടാങ്കർ ലോറി ചെളിക്കുഴിയിൽ പെട്ടുപോയ ദിവസം. ആന്ധ്രാപ്രദേശിലെ ബിവറേജ് കണ്ട ദിവസം. ഒരു ക്വാർട്ടറിന്റെ വില അറിഞ്ഞ ദിവസം. നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് 2.5 കിലോമീറ്റർ യാത്ര ചെയ്ത ദിവസം. കുക്കർ പൊട്ടിത്തെറിച്ച് കൂട്ടത്തിലുണ്ടായിരുന്ന ഡ്രൈവറുടെ ദേഹത്തേക്ക് ചൂടുവെള്ളം വീണ ദിവസം. മൊത്തത്തിൽ സന്തോഷവും സങ്കടവും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു രണ്ടാമത്തെ ദിവസം. കഴിഞ്ഞ ദിവസം നല്ല മഴയുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ലോറി പാർക്ക് ചെയ്ത സ്ഥലത്തെ മണ്ണ് കുറച്ച് താഴ്ന്നു പോയിരുന്നു. ഉറപ്പില്ലാത്ത മണ്ണായതുകൊണ്ട് ടയറിൽ ഗ്രിപ്പ് കിട്ടാത്തത് കൊണ്ടാണ് തിരിച്ചു കയറാത്തത്. ലോറി തിരിച്ചു കയറ്റാൻ സഹായിക്കാനായിട്ട് പരിസരത്തുള്ള ഡ്രൈവർ തൊഴിലാളികളെല്ലാം ഓടി വന്നു. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. വണ്ടി കയറ്റാൻ ഒരുപാട് ഐഡിയകളും കിട്ടി. അവസാനം ജാക്കി ലിവർ വെച്ച് വണ്ടി തള്ളിക്കയറ്റാമെന്ന തീരുമാനത്തിലെത്തി. അതിനായി കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ലോറി നമ്മുടെ ലോറിയോടൊപ്പം ചേർത്ത് പിടിച്ചു. ശേഷം 2 ടാങ്കർ ലോറിയുടെയും ആംഗിളിൽ ജാക്കി ലിവർ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു. സംസാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല ജാക്കി ഉപയോഗിച്ച് വണ്ടി തള്ളാൻ. വീണ്ടും ജാക്കി ലിവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കിടക്കുന്ന ലോറികളെല്ലാം ടാങ്കർ ലോറികളാണ്. ബോഡിയുള്ള ലോറികളായിരുന്നെങ്കിൽ അതിലെപ്പോഴും പായും കയറും ഉണ്ടായിരിക്കും. കയറുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കെട്ടി വലിച്ചെങ്കിലും പുറകോട്ട് കൊണ്ടുവരാമായിരുന്നു. നിലവിൽ വണ്ടി തള്ളാഞ്ഞിട്ട് ജാക്കി ലിവർ മാത്രമാണ് കയ്യിലുള്ളത്. അവസാനം ജാക്കി ലിവർ 2 വണ്ടിയിലുമായിട്ട് ലോക്ക് ചെയ്തു. ടോയിങ് ചെയ്യാനായിട്ട് വന്ന ലോറി മുന്നോട്ടും കുഴി താന്ന വണ്ടി റിവേഴ്സും എടുത്ത് വലിക്കാൻ തുടങ്ങി. ഓക്കെ, ജാക്കി ലിവർ ഉപയോഗിച്ച് ലോറി തള്ളിക്കയറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ആ ശ്രമം അവിടെ വെച്ച് ഉപേക്ഷിച്ചു. അപ്പോഴാണ് അതുവഴി ഒരു ക്രെയിൻ പോകുന്നത് കണ്ടത്. എല്ലാവരും കൂടി ചേർന്ന് ക്രെയിനുകാരനോട് ചെളി തന്നുപോയി നമ്മുടെ ലോറി ഒന്ന് വലിച്ച് പിറകിലോട്ടാക്കി തരാമോ എന്ന് സഹായം ചോദിച്ചു. സഹായം ചെയ്തു തരാം, 400 തന്നാൽ മതി എന്ന് ക്രെയിനുകാരനും പറഞ്ഞു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് സമ്മതിച്ചു. ക്രെയിനുകാരൻ തന്ന ചങ്ങല ഉപയോഗിച്ച് നമ്മൾ ലോറിയുടെ പിറകിൽ കെട്ടി. ശേഷം ക്രെയിനിന്റെ ഹുക്കിൽ ചെയിൻ ലോക്ക് ചെയ്ത് പിറകിലോട്ട് വലിക്കാൻ തുടങ്ങി.